ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ആണ്. ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്നുള്ളത് പഠിച്ചു, കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. ഇനി അടുത്തത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഇതിൽ മെയിനായിട്ട് കവർ ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ കുറിച്ച്, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. റിസീവബിൾ മാനേജ്മെൻറ്റിൻ്റെ, അതേപോലെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ദെൻ ക്യാഷ് മാനേജ്മെൻറ്റ്. ഈ 4 ടോപ്പിക്സിൽ കവർ ആവുന്നുണ്ട്. ഇതിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഞാൻ ചെയ്യുന്നില്ല, കാരണം ഇത് ഓൾറെഡി ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എവിടെയാണ് മറ്റേ OMSM ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ യോക്യു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഫുൾ കവർ ആവുന്നുണ്ട്. ആ സെയിം ഇൻവെൻട്രി മാനേജ്മെൻറ്റ് തന്നെയാണ് ഇതിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. ഓക്കെ, ഇനി റിസീവബിൾ മാനേജ്മെൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റാണ് മെയിനായിട്ടല്ലേ പഠിക്കുക പ്രോബ്ലംസ് ചെയ്യുന്നത്. അതിന് മുൻപ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾസോ നമ്മൾ പറയും ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിനായിട്ട് റെഫർ ചെയ്യും. അതായത് എക്സസ് ഓഫ് കറൻറ്റ് അസറ്റ്സ് ഓവർ കറൻറ്റ് ലയബിലിറ്റീസ്, അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അതിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് വരും? എക്സസ് ഓഫ് കറൻറ്റ് അസറ്റ്സ് ഓവർ കറൻറ്റ് ലയബിലിറ്റീസ്. ഓക്കെ, നമ്മുടെ കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സ്റ്റോക്ക് ഒരു കറൻറ്റ് അസറ്റാണ്, അതുപോലെ ക്യാഷ് ഒരു കറൻറ്റ് അസറ്റാണ്, ഡെപ്റ്റേഴ്സ് ഒരു കറൻറ്റ് അസറ്റാണ്, പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ് അഡ്വാൻസസ് ഒക്കെ കറൻറ്റ് അസറ്റാണ്. ഇനി കറൻറ്റ് ലയബിലിറ്റീസിൽ വരുന്നതാണ് ഏതൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എല്ലാം, പിന്നെ ഓവർ ഡ്രാഫ്റ്റ്, ഇതെല്ലാം കറൻറ്റ് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് 1-2 പ്രോബ്ലംസ് ചെയ്യാം, എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് 2-3 ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് എളുപ്പമായിട്ട് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എസ് ലിമിറ്റഡ് പ്രൊഡ്യൂസസ് എ പ്രൊഡക്റ്റ് വിത്ത് ദ ഫോളോയിങ് റവന്യൂ കോസ്റ്റ് സ്ട്രക്ചർ. അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ്, അതാണ് തന്നിരിക്കുന്ന റോ മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഓവർ ഹെഡ്, ടോട്ടൽ കോസ്റ്റ്, പ്രോഫിറ്റ്, സെല്ലിംഗ് പ്രൈസ്. The following additional information is available. Average raw material in stock 1 month, average working process half month, average finished goods stock 1 month, credit allowed by suppliers 1 month. അങ്ങനെ കുറച്ച് തന്നിട്ടുണ്ട്. പിന്നെ എന്താ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ ഉള്ളത്? You are required to prepare a statement showing the working capital requirement of the company to finance level of activity of 60,000 units of annual output. ആനുവൽ ഔട്ട്പുട്ട് 60,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അസ്യൂം യൂണിഫോം പ്രൊഡക്ഷൻ ത്രൂ ഔട്ട് ദി ഇയർ. ഓരോ ഇയറിലും യൂണിഫോം പ്രൊഡക്ഷനാണ്, അതായത് സെയിം യൂണിറ്റ്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിക്കാം. സോ വേജസ് ആൻഡ് ഓവർ ഹെഡ്സ് അക്രൂ യൂണിഫോംലി. ഡെപ്റ്റേഴ്സ് ആർ ടു ബി ടേക്കൺ അറ്റ് കോസ്റ്റ്. ഡെപ്റ്റേഴ്സ് എങ്ങനെയത്? സാധാരണ നമ്മൾ ഡെപ്റ്റേഴ്സ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെയിൽസ് വാല്യൂവിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ടേക്കൺ അറ്റ് കോസ്റ്റിൽ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാം. സോ ഇത് വെച്ച് നമുക്ക് എന്താ കണ്ടുപിടിക്കണം? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത്. നമ്മുടെ കറൻറ്റ് അസറ്റ്സ് മൈനസ് കറൻറ്റ് ലയബിലിറ്റിയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ കറൻറ്റ് അസറ്റ്സ് ആദ്യം ഏതൊക്കെയാണെന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യാം. നമുക്കിവിടെ ആനുവൽ പ്രൊഡക്ഷനാണ് എത്ര തന്നിരിക്കുന്നത്? 60,000 യൂണിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ കറൻറ്റ് അസറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? സ്റ്റോക്കൊക്കെ കറൻറ്റ് അസറ്റ്സ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റോ മെറ്റീരിയൽസ് ഒക്കെ എത്രയാണ്? 1 മന്തിലേക്കൊക്കെയാണ് സ്റ്റോക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ 1 മന്തിലേക്ക് സ്റ്റോക്ക് വരുന്ന സമയത്ത് 60,000 യൂണിറ്റ്സ് ആനുവൽ പ്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ 1 മന്തിലുള്ളത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം ആദ്യം തന്നെ. അപ്പോൾ 60,000 12 മന്ത്സിലേക്കാണെങ്കിൽ 1 മന്തിലേക്ക് എത്രയായിരിക്കും? 5,000 1 മന്തിലേക്കായിരിക്കും. അത് കഴിഞ്ഞ് ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് റോ മെറ്റീരിയൽ, സ്റ്റോക്ക്, വർക്കിംഗ് പ്രോസസ്സ്, ഹാഫ് മന്ത്, അതും എന്ത് തന്നെയാണ്? ഇതൊക്കെ കറൻറ്റ് അസറ്റ്സ് തന്നെയാണ്. കറൻറ്റ് അസറ്റ്സ് എല്ലാം നമുക്ക് ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക്. ഓക്കെ, നമുക്ക് 60,000 ഡിവൈഡ് ബൈ 12, അതായത് 1 മന്തിലേക്കുള്ളത് 5,000 എത്രയാണ് സ്റ്റോക്കിൽ വെച്ചിരിക്കുന്നത്? 1 മന്തിലേക്കുള്ളത്. അപ്പോൾ 1 മന്ത് 1. ഇനി എത്രയാണ് റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്? 150 പെർ യൂണിറ്റ് ആണ് റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് എത്രയാണ്? 5,000 ഇൻറ്റു 1 മന്തിലേക്കുള്ളത് സ്റ്റോക്ക് ഇൻറ്റു 150, 5,75,000 എമൗണ്ട്. ഓക്കെ,
ഇനി അടുത്തത് ആവറേജ് വർക്കിംഗ് പ്രോസസ്സ്. വർക്കിംഗ് പ്രോസസ്സിൽ WIPയിൽ വരുന്ന സ്റ്റോക്കുകൾ. അപ്പോൾ WIPയിൽ വരുന്ന സമയത്ത് ഒരിക്കലും അത് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക, അതായത് ഫുൾ കൺവേർട്ട് ആയിട്ടുണ്ടാവില്ല ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക്. അപ്പോൾ അതിലൊന്നില്ലെങ്കിൽ അവരതിൻ്റെ എത്ര മാത്രം കൺവേർട്ട് ആയിട്ടുള്ളത് തന്നിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ റോ മെറ്റീരിയൽസ് 100% കൺവേർട്ടായി, ഡയറക്റ്റ് ലേബർ 50%, ഓവർ ഹെഡ് 50%. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മന്തിലേക്ക്, ഇവിടെ ഹാഫ് മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് 1 മന്തിലേക്കുള്ള എത്രയായിരുന്നു റോ മെറ്റീരിയൽ. ഫസ്റ്റ് തന്നെ 5000 യൂണിറ്റ് ഫോർ 1 മന്ത്. അതിൽ ഹാഫ് മന്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോക്ക് വയ്ക്കുന്നത്. ഇനി അത് റോ മെറ്റീരിയൽ എത്രയാണ്, 100% റോ മെറ്റീരിയൽ കൺവേർട്ടായി ഇൻറ്റു, ഇനി എത്ര വരും റോ മെറ്റീരിയലിൻ്റെ എമൗണ്ട് 150 പെർ യൂണിറ്റിന്. സോ എത്ര വരും, 5000 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 150, 2,87,500. ഇനി അടുത്തത് അതുപോലെ തന്നെ റോ മെറ്റീരിയൽസിൻ്റെ കൂടെ ഡയറക്റ്റ് ലേബർ വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ലേബർ എത്രയാണ്, 5000 യൂണിറ്റ്സിന് ഹാഫ് മന്ത് തന്നെ അതും. പക്ഷേ ഇവിടെ എത്രയാണ്, 50% കൺവേർട്ടഡ് ആയിട്ടുള്ളൂ. 50% ഇൻറ്റു ഡയറക്റ്റ് ലേബറിൻ്റെ റേറ്റ് പെർ യൂണിറ്റ് 80, 5000 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 50% ഇൻറ്റു 80, 1 lakh. അടുത്തത് ഓവർ ഹെഡ്സ് ഉണ്ട്. ഓവർ ഹെഡ്സ് 5000 യൂണിറ്റ്സ് ഹാഫ് മന്തിലേക്ക് സ്റ്റോക്ക്, 50% കംപ്ലീറ്റ് ആയി. ബാക്കി ഓവർ ഹെഡ്സിൻ്റെ റേറ്റ് 37 പെർ യൂണിറ്റ്, 2500 ഇൻറ്റു 50% ഇൻറ്റു 37, 46,250. ഓക്കെ, വർക്കിംഗ് പ്രോസസ്സിൻ്റെ കംപ്ലീറ്റഡ് ആയി. ഇനി അടുത്തത് ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് റേറ്റ് പെർ യൂണിറ്റ് എടുക്കും, അതായത് റോ മെറ്റീരിയലിൻ്റെ എടുക്കോ അതോ ടോട്ടൽ കോസ്റ്റ് എടുക്കോ സെല്ലിംഗ് പ്രൈസ് എടുക്കും. അതായത് 5000 ആണ് 1 മന്തിലേക്കാണ് തന്നിട്ടുണ്ട്, 1 മന്ത്. ഓക്കെ, അത് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ടോട്ടൽ കോസ്റ്റിന് സെല്ലിംഗ് പ്രൈസിലല്ല, ടോട്ടൽ കോസ്റ്റ് എത്രയാണ് ടോട്ടൽ കോസ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന. സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നില്ല, നമ്മൾ സ്റ്റോക്കിൽ വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് കംപ്ലീഷൻ കഴിഞ്ഞു. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 232, 5000 ഇൻറ്റു 232, 11,60,000. ഓക്കെ, ഇനി അടുത്തത് ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലയേഴ്സിൻ്റെ കേസ് എവിടെ നിന്ന് കറൻറ്റ് ലയബിലിറ്റീസിൽ വരും. ക്രെഡിറ്റ് അലൗഡ് ടു ഡെപ്റ്റേഴ്സ്, അത് ഡെപ്റ്റേഴ്സിൽ വരും, കറൻറ്റ് അസറ്റിൽ വരും. ഓക്കെ, ഡെപ്റ്റേഴ്സ് വരുന്ന സമയത്ത് നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞത്, 5000 യൂണിറ്റ്സ് ഇൻറ്റു, ഇനി 2 മന്ത്സിലേക്കാണ് ഡെപ്റ്റേഴ്സിനെ അലോ ചെയ്തിരിക്കുന്നത്. സോ 2 മന്ത്സിലേക്ക്. ഇനി ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ടേക്കൺ അറ്റ് കോസ്റ്റിലെടുക്കാനാണ് പറഞ്ഞത്, അതായത് 232, സെല്ലിംഗ് പ്രൈസിലല്ല കോസ്റ്റിലെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ 232, 5000 ഇൻറ്റു 2 ഇൻറ്റു 232. ഇവിടെ നമ്മൾ ഇതെടുക്കുന്നതിന് മുൻപ് നമ്മളോട് ക്വസ്റ്റ്യൻ്റെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, 1/4 ഓഫ് സെയിൽസ് ആണ് ഓൺ ക്യാഷ് ബേസിസ്. അതായത് ഇവിടെ നമ്മളിപ്പോൾ 5000 ഇൻറ്റു 2 ഇൻറ്റു 232 എടുക്കുന്നതിന് മുൻപ് ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, സെയിൽസ് മുഴുവൻ ക്രെഡിറ്റിലല്ല കൊടുത്തേക്കുന്നത്, അതിൻ്റെ 1/4 സെയിൽ എന്താണ് ക്യാഷ് ബേസിസിലാണ് കൊടുത്തേക്കുന്നത്. ബാക്കി 3/4 ആണ് എന്തുള്ളൂ, ക്രെഡിറ്റിലുള്ളൂ. അപ്പോൾ ഇതേ ഇൻറ്റു 3/4 ബാക്കി ക്രെഡിറ്റ് സെയിൽസിൽ വരും. അപ്പോൾ 5000 ഇൻറ്റു 2 ഇൻറ്റു 232 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 4, 17,40,000. ഓക്കെ, ഇനി നമുക്ക് ക്യാഷ് ബാലൻസ് വന്നിട്ടുണ്ട്. ക്യാഷ് ബാലൻസ് ഒരു 1,65,000 വന്നിട്ടുണ്ട്. $1,65,000. സോ ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് വരുന്നതാണ് ടോട്ടൽ കറണ്ട് അസറ്റ്. എത്ര വരും, 5,75,000 പ്ലസ് 2,87,500 പ്ലസ് 1 lakh പ്ലസ് 46,250 പ്ലസ് 11,60,000 പ്ലസ് 17,40,000 പ്ലസ് 1,65,000. എത്ര കിട്ടി, 40,73,750. ഓക്കെ,
ഇനി നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് ലയബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാം. കറണ്ട് ലയബിലിറ്റീസ് ഓക്കെ, കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് തന്നെ ക്രെഡിറ്റേഴ്സ് എത്ര മന്ത്സ് ആണ് അലോ ചെയ്തിരിക്കുന്നത്? 1 മന്ത് ക്രെഡിറ്റ് അലോ ചെയ്തിരിക്കുന്നത് 1 മന്തിലേക്ക് 5000 1 മന്തിലേക്ക്. ഇനി എത്രയാണ് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് വരുന്നത്? അതായത് നമ്മൾ ക്രെഡിറ്റിന് എന്താ സാധനം വാങ്ങുന്നത്? റോ മെറ്റീരിയലാണ് ക്രെഡിറ്റിന് വാങ്ങുന്നത്. അപ്പോൾ അവിടെ എന്ത് വരും? റോ മെറ്റീരിയലിൻ്റെ എമൗണ്ട്, അതായത് 150. സോ 5000 ഇൻറ്റു 150 ആസ് 5,75,000. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇനി ഇവിടെ വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ടൈം ലാഗ് ഇൻ പേയ്മെൻറ്റ് ഓഫ് വേജസ്, അതായത് വേജസ് പേ ചെയ്യുന്നതിന് എന്ത് പറ്റി? ലാഗ് വന്നു. അപ്പോൾ അവിടെ ഔട്ട്സ്റ്റാൻഡിങ് വന്നു. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ടൈം ലാഗ്, അപ്പോൾ അതെന്താണ്? ക്രെഡിറ്റേഴ്സ് ഫോർ വേജസ്. അതായത് 5000 ഇൻറ്റു എത്ര ദിവസത്തേക്ക്? അതായത് ഹാഫ് മന്താണ്. ഹാഫ് മന്തിന് വേജസിൻ്റെ എമൗണ്ടാണ് 80. ഓക്കെ, 5000 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 80, 2 lakh. ഇനി അടുത്തത് ഓവർ ഹെഡ്സ് ഇതുപോലെ തന്നെ ലാഗ് വന്നു. അപ്പോൾ ഓവർ ഹെഡ്സിൻ്റെയും എത്ര വരും? 5000 ഹാഫ് മന്തിലേക്ക് 1 മന്തിലേക്ക്. ഇനി ഓവർ ഹെഡ്സിൻ്റെ എമൗണ്ട് 37 പെർ യൂണിറ്റിന്. 5000 ഇൻറ്റു 37 is 1,85,000. സോ ടോട്ടൽ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് $9,60,000. ഇനി നമുക്കിത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്ര വരും? ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. A മൈനസ് B is 40,73,750. 13,750. ഓക്കെ, ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 2016 ഡിസംബറിൽ ഒരു ക്വസ്റ്റ്യനാണ്. ആനുവൽ പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. റോ മെറ്റീരിയലിൻ്റെ ഇൻവെൻട്രി, ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോക്ക് 3 months, വർക്ക് ഇൻ പ്രോഗ്രസ്, റോ മെറ്റീരിയൽ 100%, കൺവേർഷൻ കോസ്റ്റ് 50%. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. കൺവേർഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ ക്വസ്റ്റ്യനിൽ എന്താ നമ്മൾ തന്നത്? വേജസ് ഇത്ര, ഓവർ ഹെഡ് ഇത്ര എന്ന് പറഞ്ഞാൽ തന്നത്. അതായത് കൺവേർഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ നമ്മൾ ജസ്റ്റ് മെഷീനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെ കൺവേർട്ടായിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? കൺവേർഷന് വേണ്ടിയിട്ട് ആരൊക്കെ വരും അവിടെ? വേജസ്, പണിക്കാർ വരും, അതുപോലെ തന്നെ ഓവർ ഹെഡ്, രണ്ടും കൂടെ ഉണ്ടെങ്കിൽ അത് റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ വരുന്ന കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? വേജസിൻ്റെയും ഓവർ ഹെഡിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൺവേർഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഡെപ്റ്റേഴ്സ് 3 months. ഇവിടെ സെയിൽസ് വാല്യൂ തന്നിട്ടുണ്ട്. ഇനി ചില കേസിൽ നമുക്ക് ഡെപ്റ്റേഴ്സ് അതിന് മുന്നേ ക്വസ്റ്റ്യനിൽ നമുക്ക് കോസ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ സെയിൽസ് വാല്യൂവിൽ തന്നിട്ടുണ്ടാവും. ചില കേസിൽ നമുക്കൊന്നും തന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ സെയിൽസ് വാല്യൂവിൽ തന്നെ എടുക്കും. ഓക്കെ, ഇനി ക്രെഡിറ്റേഴ്സ് 2 months, ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്. അസ്യൂം സെയിൽസ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആർ യൂണിഫോം ത്രൂ ഔട്ട് ദ സൈക്കിൾ, അതായത് എല്ലാ സൈക്കിൾ, അതായത് യൂണിഫോം ആണ് കോസ്റ്റും പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ. ഇനി അതർ ഇൻഫോർമേഷൻ, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, റോ മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഓവർ ഹെഡ്സ്, അസ്യൂം നോ ഡിപ്രിസിയേഷൻ. യു ആർ റിക്വയർഡ് ടു എസ്റ്റിമേറ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വിത്ത് എ ഡീറ്റെയിൽ ബ്രേക്കപ്പ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂൻസ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാത്തിനും പെർ യൂണിറ്റ് ടോട്ടൽ കോസ്റ്റ് ആവശ്യമാണ്. നമുക്ക് അത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ആദ്യം തന്നെ നമുക്കിതിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ റോ മെറ്റീരിയലിൻ്റെ ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 60% ഓഫ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിന് 60%, അത് 120 60% എത്ര വരും? 72. അടുത്തത് ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് വേജസ് തന്നിരിക്കുന്നത് 20% ഓഫ് സെല്ലിംഗ് പ്രൈസ്, അതായത് 120ൻ്റെ 20% 24.
ഇനി ഓവർ ഹെഡ്സ് തന്നിട്ടുണ്ട്. 10% ഓഫ് സെല്ലിംഗ് പ്രൈസ്, അതായത് 12. ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും 108 കിട്ടും. ടോട്ടൽ കോസ്റ്റ് നമുക്ക് 108 കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് എത്ര കിട്ടും? 120 ആണ് സെല്ലിംഗ് പ്രൈസ്, 12 പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, 120 സെല്ലിംഗ് പ്രൈസ്. ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ. ഇനി നമുക്കിത് വെച്ചിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഫസ്റ്റ് തന്നെ ഏതാണ് തന്നിരിക്കുന്നത്? ആനുവൽ പ്രൊഡക്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആനുവൽ പ്രൊഡക്ഷൻ 72,000 ആണെങ്കിൽ 1 മന്തിലേക്ക് എത്രയായിരിക്കും? 6,000. ഇനി റോ മെറ്റീരിയൽ ഇൻവെൻറ്ററി. ഫസ്റ്റ് തന്നെ കറൻറ്റ് അസെറ്റ്, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 6,000 യൂണിറ്റ്സ് ഇൻറ്റു എത്രയാണ്? 2 months കൺസംഷൻ, 2 മാസത്തെ, അതായത് 2 മാസത്തേക്ക്. പിന്നെ എത്രയാണ് റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ്? 72. ഓക്കെ, 6,000 ഇൻറ്റു 2 ഇൻറ്റു 72, 8,64,000. ഇനി അടുത്തത് വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ എത്രയാണ്? റോ മെറ്റീരിയൽ 100%. റോ മെറ്റീരിയൽ 100% വേണം. ഇപ്പോൾ 6,000ൻ്റെ 100%. അത് എത്ര മാസത്തെ എത്ര മാസത്തേക്കാന്ന് പറഞ്ഞാൽ 1 മന്തിലേക്ക് 100% കംപ്ലീറ്റഡ് ആയി 72. സെയിം തന്നെ കിട്ടും. ഇനി അടുത്തത് കൺവേർഷൻ കോസ്റ്റ്, അതായത് ഏതൊക്കെ വരും? വേജസ് വരും, ഓവർ ഹെഡ് വരും. സോ വേജസ് 6,000, അത് 50% കംപ്ലീറ്റഡ് ആയിട്ടുള്ളൂ. 1 മന്തിൽ 50% കംപ്ലീറ്റഡ് ആയി. വേജസിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് 24. ഓവർ ഹെഡ്സിൻ്റെയോ 6,000 ഇൻറ്റു 1 ഇൻറ്റു 50% കംപ്ലീറ്റഡ് ആയി. ഓവർ ഹെഡിൻ്റെ 12 പെർ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 72,000 36,000. ഓക്കെ, ഇനി നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയാണ്? 6,000 യൂണിറ്റ്സ്, 3 month കൺസംഷൻ. ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് റേറ്റാണ് എടുക്കേണ്ടത്? ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് 108. 6,000 ഇൻറ്റു 3 ഇൻറ്റു 108, 19,44,000. ഓക്കെ, ഇനി ഡെപ്റ്റേഴ്സും കൂടെ ഉണ്ട് കറണ്ട് അസെറ്റ് ആയിട്ട്. ഡെപ്റ്റേഴ്സ് എത്ര തന്നിരിക്കുന്നത്? 3 months സെയിൽസ് വാല്യൂയിൽ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 6,000 സെയിൽസ് വാല്യൂ 3 month ഇൻറ്റു സെയിൽസ് വാല്യൂ എത്രയാണ്? 120 is the സെയിൽസ് വാല്യൂ. ഓക്കെ, 21,60,000. ഇനി കറണ്ട് അസെറ്റ്സ് വേറെ ഏതാ ഉള്ളത്? ക്യാഷ് ബാലൻസ് റിക്വയർഡ് വന്നിട്ടുണ്ട്. ക്യാഷ് ബാലൻസ് വന്നിട്ടുണ്ട് 1 lakh. നമ്മുടെ ടോട്ടൽ കറണ്ട് അസെറ്റ്സ് എത്ര കിട്ടി? 8,64,000 പ്ലസ് 8,64,000 പ്ലസ് 72,000, ടോട്ടൽ 56,08,000 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാ നോക്കാം. ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റിയാണ്. ക്രെഡിറ്റേഴ്സ് 2 months തന്നിരിക്കുന്നത്, അതായത് 6,000 യൂണിറ്റ്സ് ഇൻറ്റു 3 months. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ക്രെഡിറ്റിൽ വാങ്ങുന്നത്? റോ മെറ്റീരിയൽസ്. അപ്പോൾ അതിൻ്റെ അത് പെർ യൂണിറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് 6,000 ഇൻറ്റു 3 ഇൻറ്റു 72, 12,96,000. ഓക്കെ, ബാക്കി എല്ലാം കംപ്ലീറ്റഡ് ആയി.
സോറി, ഇത് 2 months ആണ്. ക്രെഡിറ്റേഴ്സ് ഡെപ്റ്റേഴ്സ് ആണ് 3 months, ക്രെഡിറ്റേഴ്സ് 2 months. 6,000 into 2 into 72, 8,64,000. ഓക്കെ, നമുക്ക് കറണ്ട് ലയബിലിറ്റീസ്, ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് എത്ര തന്നെയാണ്, സെയിം തന്നെയാണ്. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? വർക്കിംഗ് ക്യാപിറ്റൽ 8,64,000. സോ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ അതായത് ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് $47,44,000. ദ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ ആ ക്വസ്റ്റ്യൻ അത്രയാണുള്ളൂ. സെയിം തന്നെയാണ്. ജസ്റ്റ് കറണ്ട് അസറ്റ്സ് കണ്ടുപിടിക്കുക, കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കാം. ഇനി അടുത്തത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാം. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കമ്പ്യൂട്ട് ദി ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഫോർ ഈച്ച് ഓഫ് ദി 2 years. അതിൽ സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ഇയർ 1 ഇയർ 2ൽ. നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? ഓപ്പറേറ്റിംഗ് സൈക്കിൾ, അതായത് ഡേയ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അസ്യൂം 360 days പെർ ഇയർ ഫോർ കമ്പ്യൂട്ടേഷൻ പർപ്പസ്. കമ്പ്യൂട്ടേഷൻ വേണ്ടിയിട്ട് 360 days ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ നമ്മളിപ്പോൾ നേരത്തേൽ 2 months ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു ഓരോന്നിനും. അപ്പോൾ റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ 2 months, വർക്ക് ഇൻ പ്രോസസ്സിൻ്റെ 2 months, അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അടുത്തത് അവിടെ നമ്മൾ ഡേയ്സ് തന്നിട്ട് നമുക്കിവിടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു. ഇവിടെ എമൗണ്ട് തന്നിട്ട് നമ്മളോട് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് തന്നെ നമ്മൾ റോ മെറ്റീരിയൽ, കറണ്ട് അസറ്റ്സ് ഇവിടെ നേരത്തെ എടുത്ത പോലെ തന്നെ ഇവിടെ പക്ഷേ ഡേയ്സ് എമൗണ്ടിന് പകരം ഡേയ്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റ്സ് ഫസ്റ്റ് തന്നെ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്. അതായത് നമ്മുടെ ഇപ്പോൾ റോ മെറ്റീരിയൽ സ്റ്റോക്ക് നമ്മൾ എവിടെ നിന്നാണ് റോ മെറ്റീരിയൽ നമ്മൾ എങ്ങനെ നമുക്ക് റോ മെറ്റീരിയൽ ഇടുന്നതാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡ് ബൈ പർച്ചേസ്, നമുക്ക് ഡേയ്സിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ 360 days. അതായത് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് ഇവിടെ തന്നിരിക്കുന്നത് 20,000 ആയിരുന്നു. 20,000 ഡിവൈഡ് ബൈ പർച്ചേസ് ചെയ്തത് എത്രയാണ്? 96,000. അതും തന്നിട്ടുണ്ട്. ഇൻറ്റു 360 ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കാം. 20,000 ഡിവൈഡഡ് ബൈ 96,000 ഇൻറ്റു 360, അതായത് 74.99, അതായത് 75 days. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇയർ 2 കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ അവിടെ എത്രയാണ്? 27,000 ഡിവൈഡഡ് ബൈ 1,35,000 ഇൻറ്റു 360, 72 days. അതേപോലെ നമുക്ക് എല്ലാത്തിൻ്റെയും ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് എന്തിൻ്റെ ബേസിസിൽ? ഇപ്പോൾ റോ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ബേസിൽ. അങ്ങനെ അപ്പോൾ അടുത്തത് ഏതാണ്? വർക്ക് ഇൻ പ്രോഗ്രസ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് ഗുഡ്സ് സോൾവ് ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതെന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പം വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതേ സെയിം ഇക്വേഷൻ നമ്മൾ റേഷ്യോ അനാലിസിസിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റു 360 days. അപ്പോൾ ഇവിടെ എത്ര വരും? വർക്കിംഗ് പ്രോസസ്സ് 14,000 ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട് 1,50,000 ഇൻറ്റു 360 days. സോ 36 days. ഇവിടെ എത്ര തന്നെ വരും? 18,000 ഡിവൈഡഡ് ബൈ 1,80,000 ഇൻറ്റു 360, 36 days വരും. ഇനി അടുത്തത് ഫിനിഷ്ഡ് ഗുഡ്സ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യാനും ഇതേപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു 360 days. ഓക്കെ, ഇവിടെ എത്ര വരും? ഫിനിഷ്ഡ് ഗുഡ്സ് 21,000 ഡിവൈഡ് ബൈ 1,40,000 ഇൻറ്റു 360, 54 days. ഇവിടെ 48 days വരും. ഇനി അടുത്തത് സെയിൽസ് ഡെപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ
അതായത് ഡെപ്റ്റേഴ്സ് നമ്മൾ എന്തിൻ്റെ ബേസിൽ നമ്മൾ നമുക്ക് ഡെപ്റ്റേഴ്സ് വരുന്നത് സീൽ. നമ്മൾ സെയിലിൽ ക്രെഡിറ്റിൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഡെപ്റ്റേഴ്സ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സെയിൽസ് വാല്യൂയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻറ്റു 360. ഓക്കെ, സോ ഡെപ്റ്റേഴ്സ് എത്രയാണ്? 32,000 ഡിവൈഡഡ് ബൈ സെയിൽസ് വാല്യൂ 1,60,000 ഇൻറ്റു 360, 72 ഡേയ്സ്. അതേപോലെ ഇവിടെ 90 ഡേയ്സ്. നമ്മുടെ ടോട്ടൽ കറണ്ട് അസറ്റ്സ് നമുക്ക് കിട്ടി. ടോട്ടൽ എത്ര വന്നു? ടോട്ടൽ ഡേയ്സ് എടുക്കുമ്പോൾ 237 ഡേയ്സും ഇവിടെ 246 ഡേയ്സും. ഓക്കെ, അടുത്തത് ഇനി കറണ്ട് ലയബിലിറ്റിയുടെ കേസിൽ ഏത് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ? നമുക്ക് ക്രെഡിറ്റേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. സോ ക്രെഡിറ്റേഴ്സിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് ക്രെഡിറ്റ് ടേൺ ഓവർ ക്രെഡിറ്റേഴ്സ് നമുക്ക് എങ്ങനെയാണ് വരുന്നത്? പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ സെയിൽസ് കൊണ്ടിരിക്കുന്നത് ക്രെഡിറ്റേഴ്സ് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റേഴ്സ് വരുന്നത് ഇൻറ്റു 360. ഇപ്പോൾ എത്ര കിട്ടും? ഇവിടെ 60 ഡേയ്സും വരും, ഇവിടെ 48 ഡേയ്സും വരും. നമുക്കതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലല്ല, ഓപ്പറേറ്റിംഗ് സൈക്കിൾ ടോട്ടൽ ഇവിടെ എത്രയാണ് വരുന്നത്? 60 ഡേയ്സും 48 ഡേയ്സും തന്നെ. ഓപ്പറേറ്റിംഗ് സൈക്കിളാണ് ഇവിടുത്തെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ ഓപ്പറേറ്റിംഗ് സൈക്കിള് ടോട്ടൽ എ ദെൻ ബി. എ മൈനസ് ബി ഈക്വൽ ടു 237 മൈനസ് 60, 177 ഡേയ്സും 246 മൈനസ് 48, 198 ഡേയ്സ്. ഓക്കെ, ഇതാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കണ്ടുപിടിക്കാനായിട്ട്. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണുള്ളൂ? സോ ഏകദേശം സെയിം തന്നെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ 2 തവണ ചെയ്തത്. ഇനി നമുക്ക് റിസീവബിൾ മാനേജ്മെൻറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, റിസീവബിൾ മാനേജ്മെൻറ്റ് എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുൻപ് റിസീവബിൾ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പോൾ ക്രെഡിറ്റേഴ്സ് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ക്രെഡിറ്റിൽ എന്ത് ചെയ്യും? വിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സെയിൽ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് പീരീഡ് ഇത്ര ദിവസത്തിനുള്ളിൽ തിരിച്ചു തരണം എന്നുള്ള നമ്മൾ ക്രെഡിറ്റ് പീരീഡ് വയ്ക്കും. ഓരോ സെയിൽ അനുസരിച്ച് നമ്മൾ ഓരോ ക്രെഡിറ്റ് പീരീഡ് വയ്ക്കും. അങ്ങനെ വെക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾ ഒരു പ്രസൻറ്റ് പോളിസി എന്ന് പറയുന്ന ഇപ്പോൾ അയാൾക്കൊരു 130 ലാക്ക് അയാൾക്ക് സെയിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഓൾറെഡി ക്രെഡിറ്റ് പീരീഡ് ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റിന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കുറേ കോസ്റ്റ് വരുന്നുണ്ട്. ഏതൊക്കെ കോസ്റ്റാണ് നമുക്ക് വരുന്നത്? മെയിനായിട്ട് ബാഡ് ഡെപ്റ്റ്സ് വരും. അതായത് നമ്മൾ കൊടുക്കുന്ന എല്ലാ പൈസ നമുക്ക് തിരിച്ചു കിട്ടണമെന്നില്ല, അവിടെ എന്തായാലും ബാഡ് ഡെപ്റ്റ്സ് വരും. അതേപോലെ കളക്ഷൻ കോസ്റ്റ് വരും. പിന്നെന്താണ്? നമ്മൾ നേരത്തെ തരുന്നതിനനുസരിച്ച് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കും. പിന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൊടുക്കും. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരും. അപ്പോൾ ഇത്രയും കോസ്റ്റാണ് മെയിനായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും കോസ്റ്റ് മൈനസ് ചെയ്ത് നമ്മുടെ അടുത്ത് നിന്ന് സെയിൽസ് വാല്യൂ എല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നൊരു പ്രോഫിറ്റ് ഉണ്ട്. ഏത് പ്രോഫിറ്റാണ്? അപ്പോൾ ഓരോരുത്തരും ഒരു 2-3 പോളിസീസ് വയ്ക്കുകയാണ് ഇതുപോലെ. അങ്ങനെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഏതിൽ നിന്നാണോ കിട്ടുന്നത് നമ്മൾ ആ പോളിസി സെലക്ട് ചെയ്യും. അപ്പോൾ അതാണ് റിസീവബിൾ മാനേജ്മെൻറ്റ് പ്രോബ്ലംസിൽ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2018 ഗോൾഡൻ ഗാർമെൻറ്റ് ലിമിറ്റഡ് മാനുഫാക്ചേഴ്സ് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ആൻഡ് സെൽ ദം ഓൺ ക്രെഡിറ്റ് ബേസിസ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ഡീലേഴ്സ്. ദി പ്രസൻറ്റ് സെയിൽ 60 ലാക്ക് പെർ ആനം വിത്ത് 20 ഡേയ്സ് ക്രെഡിറ്റ് പീരീഡ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ക്രെഡിറ്റ് സെയിൽസാണ് തന്നിരിക്കുന്നത് 60 ലാക്ക് 20 ഡേയ്സ് ക്രെഡിറ്റ് പീരീഡ്. ദ കമ്പനി ഈസ് കണ്ടംപ്ലേറ്റിംഗ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ ക്രെഡിറ്റ് പീരീഡ് വിത്ത് എ വ്യൂ ടു ഇൻക്രീസ് ഇൻ ദ സെയിൽസ്. അതായത് സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ക്രെഡിറ്റ് പീരീഡ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. പ്രസൻറ്റ് വേരിയബിൾ കോസ്റ്റ് 70% ഓഫ് സെയിൽസ്. അതായത് ഇപ്പോഴത്തുള്ള വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് സെയിൽസിൻ്റെ 70%, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 8 ലാക്ക് പെർ ആനുമാണ്. ദ കമ്പനി എക്സ്പെക്ട്സ് പ്രീ ടാക്സ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 25%. അതായത് ഇതെന്താണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമ്മൾ 3 പോളിസീസ് അവിടെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. 3 പോളിസീസിൻ്റെയും കളക്ഷൻ പീരീഡും ആനുവൽ സെയിൽസും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളോട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ക്രെഡിറ്റ് പോളിസി ഷുഡ് ദ കമ്പനി അഡോപ്റ്റ്? കാൽക്കുലേറ്റ് ചെയ്ത് ഏതിനാണ് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നത് ആ പോളിസി നമ്മൾ അഡോപ്റ്റ് ചെയ്യും. പ്രസൻറ്റ് ഇയർ ആൻസർ ഇൻ എ ടാബ്ലർ ഫോം. അസ്യൂം 360 ഡേയ്സ് ഇയർ. കാൽക്കുലേഷൻ ഷുഡ് ബി മേഡ് അപ്പ് 2 digits ആഫ്റ്റർ ഡെസിമൽ. അതായത് ഇവിടെ ലാക്സിലാണ് തന്നിരിക്കുന്നത്. നമ്മളോട് എന്താ കാൽക്കുലേറ്റ് ചെയ്യുക? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? 2 digits ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക ആഫ്റ്റർ ഡെസിമൽ.
ഡെസിമലായിട്ട് ആഫ്റ്റർ 2 ഡിജിറ്റ്സ് കാൽക്കുലേറ്റ് ആക്കി. ഡെസിമൽ കഴിഞ്ഞിട്ട് 2 ഓക്കെ. ആഫ്റ്റർ ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ആണ് വരാൻ പാടുള്ളൂ, ബാക്കിയത്തെ ഇഗ്നോർ ചെയ്യാന്നുള്ളത്. ഓക്കെ. പിന്നെ ടാക്സേഷൻ ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവാലുവേഷൻ ഓഫ് പ്രപ്പോസ്ഡ് ക്രെഡിറ്റ് പോളിസീസ്. ഇവിടെ നമ്മൾ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. കാരണം എന്താണ്, നമുക്കിപ്പോൾ പ്രസൻറ്റ് വാല്യൂവിലാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് ബാക്കി 3 പോളിസീസും പ്രപ്പോസ് ചെയ്ത 3 പോളിസീസ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ മാർജിനൽ കോസ്റ്റിങ്ങിൽ കണ്ടുപിടിക്കുന്ന പോലെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അതായത് സെയിൽസ് വാല്യൂ ഓരോന്നിലും തന്നിട്ടുണ്ട്. സെയിൽസ് വാല്യൂ ഫസ്റ്റ് പ്രസൻറ്റ് സെയിൽസിൽ 60 ലാക്ക്. അപ്പോൾ ഇവിടെ റുപ്പീസിന് ഡെസിമൽ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പോയിന്റ് ഇങ്ങനെ എടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ എമൗണ്ട് ഇങ്ങനെ എടുക്കുന്നത്. ഓക്കെ. 60 ലാക്ക്. അതുപോലെ നെക്സ്റ്റ് അതിലെത്രയാണ്, 65, 70 ലാക്ക്, 74 ലാക്ക്. ഓക്കെ. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യണം. വേരിയബിൾ കോസ്റ്റ് സെയിൽസിൻ്റെ 70% ആണ് തന്നിട്ടുണ്ട്. 70% ഓഫ് സെയിൽസ്. അപ്പോൾ നമുക്ക് 60 × 70% 42, 65 × 70% 45.5, 70 × 70% 49, 74 × 70% 51.8. നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോൺട്രിബ്യൂഷൻ കിട്ടും. Contribution 60 minus 48, 42, 18, 65 minus 45.5, 19.5, 70 minus 49, 21, 74 minus 51.8, 22.2. ഇനി നമുക്ക് എന്താണ് ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്യണം. ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ് തന്നിട്ടുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്, എല്ലാത്തിലും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്താണ് 8 ലാക്ക് പെർ ആനം. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10. $11.5, 13, then 14.2. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ്. പക്ഷേ ഇത് വെച്ചിട്ടല്ല നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഏത് പോളിസിയാണ് ബെറ്റർ എന്ന് ചൂസ് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് എന്തൊക്കെ കുറയ്ക്കാനുണ്ട്, ബാഡ് ഡെപ്റ്റ്സ്, ക്യാഷ് ഡിസ്കൗണ്ട്, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, പിന്നെ എന്താ പറഞ്ഞാൽ കൂടെ വരുമല്ലോ കളക്ഷൻ കോസ്റ്റ്. പക്ഷേ കോസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നിട്ടില്ല. ക്യാഷ് ഡിസ്കൗണ്ടും തന്നിട്ടില്ല, ബാഡ് ഡെപ്റ്റ്സും തന്നിട്ടില്ല, അതുപോലെ തന്നെ കളക്ഷൻ കോസ്റ്റും തന്നിട്ടില്ല. ആകെ തന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മാത്രമാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ മൈനസ് ചെയ്യാം. അതിൽ നിന്ന് മൈനസ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ്, അത് 2 കോസ്റ്റും ഇൻറ്റു നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ. നമുക്ക് എത്ര പെർസെൻറ്റേജ് പ്രീ ടാക്സ് റിട്ടേൺ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 25% ഇൻറ്റു നമ്മുടെ എത്രയാണോ ക്രെഡിറ്റ് പീരീഡ് ഡിവൈഡഡ് ബൈ ഡേയ്സ് 368. കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടൊന്നും തന്നിട്ടില്ലല്ലോ. ഡേയ്സിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 368 കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. 360 ഡേയ്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റത്തേൻ്റെ എത്ര വരും, വേരിയബിൾ കോസ്റ്റ് 42 + 8 ഇൻറ്റു 25% ഇൻറ്റു ഇവിടുത്തെ പ്രസൻറ്റ്. ഓക്കെ. ഇതിൻ്റെ ക്രെഡിറ്റ് പീരീഡ് ഒന്നും എഴുതിയില്ലല്ലോ. 20 ഡേയ്സ്, 30 ഡേയ്സ്, 40 ഡേയ്സ്, ദെൻ 50 ഡേയ്സ്. അപ്പോൾ എന്ത് വരും, 42 + 8 ഇൻറ്റു 25% ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 360. നമുക്ക് എത്ര കിട്ടും, 0.69 കിട്ടും. ഇതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. സോ ഡെസിമലായിട്ട് 2 പോയിൻ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 0.69 എടുത്തിട്ടുള്ളൂ. ഇനി അടുത്തതിൽ 45.5 + 8 ഇൻറ്റു 25% ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 360. അടുത്തതിൽ 49 + 8 ഇൻറ്റു 25% ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 360. ഇനി അടുത്തത് 51.8 + 8 ഇൻറ്റു 25% ഇൻറ്റു
50 ഡിവൈഡഡ് ബൈ 360 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കാം. $1.11. ഇനി അടുത്തത് 49 പ്ലസ് 8 ഇൻറ്റു 25% ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 360 1.58. അടുത്തത് 51.8 പ്ലസ് 8 ഇൻറ്റു 25% ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 360 2.08. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നെറ്റ് പ്രോഫിറ്റ് 10 മൈനസ് 0.69 എത്ര വരും? 9.31. 11.5 മൈനസ് 1.11 10.39. 13 മൈനസ് 1.58 11.42. 14.2 മൈനസ് 2.08 12.12. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയ പോളിസി ഏതാണ്? തേർഡ് പോളിസി. സോ തേർഡ് പോളിസി ചൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയാണുള്ളൂ. ജസ്റ്റ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മാത്രമേ എഴുതുള്ളൂ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, എല്ലാ കോസ്റ്റും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ 2019 ഡിസംബറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. Bentek Limited is presently having credit sales of 12 lakh. The existing credit terms are 1/10, net 45 days and average collection period is 30 days. അപ്പോൾ അതായത് ഇപ്പോഴുള്ള പ്രസൻറ്റ് പോളിസി അതിൻ്റെ എത്രയാണ് ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1/10 നെറ്റ് 45 ഡേയ്സ് അതിൻ്റെ ക്രെഡിറ്റ് ടേംസ് ആണ്, അതായത് ഡിസ്കൗണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്ന ടേംസാണ് തന്നിരിക്കുന്നത്. ആവറേജ് കളക്ഷൻ പീരീഡ് ഈ 45 ഡേയ്സിൽ, അതായത് 45 ഡേയ്സിനുള്ള ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കളക്ഷൻ പീരീഡ് 30 ഡേയ്സ് ആണല്ലോ. ഓക്കെ, 1% ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ദ കറണ്ട് ബാഡ് ഡെപ്റ്റ്സ് ലോസസ് 1.5%. ഇതിൽ ബാഡ് ഡെപ്റ്റ്സ് വന്നിട്ടുണ്ട്. ഇൻ ഓർഡർ ടു ആക്സിലറേറ്റ് ദ കളക്ഷൻ പ്രോസസ് ഫർദർ ഓൾസോ ഇൻക്രീസ് സെയിൽസ് ദ കമ്പനി ഈസ് കോൺടംപ്ലേറ്റിംഗ് ലിബറലൈസേഷൻ ഓഫ് ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ക്രെഡിറ്റ് ടേംസ് ടു 2/10. അതായത് ഓൾറെഡി ക്യാഷ് ഡിസ്കൗണ്ട് 1/10 ഉണ്ടായിരുന്നത് 2/10 ആയിട്ട് കൂട്ടുക. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദ സെയിൽസ് ആർ ലൈക്ലി ടു ഇൻക്രീസ് ബൈ 1/3 ഓഫ് എക്സിസ്റ്റിംഗ് സെയിൽസ്. അതായത് എക്സിസ്റ്റിംഗ് സെയിൽസ് 12 ലാക്കിൻ്റെ 1/3 ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. പിന്നെ ബാഡ് ഡെപ്റ്റ്സ് 2% ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ആവറേജ് കളക്ഷൻ പീരീഡ് 20 ഡേയ്സ് ആയിട്ട് ഡിക്ലൈൻ ചെയ്തു. ദ കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ ഓഫ് ദ കമ്പനി ഈസ് 22% ആൻഡ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിസീവബിൾസ് 50%. 50% and 80% of customers in terms of sales revenue are expected to avail cash discount under existing and liberalization scheme റെസ്പെക്റ്റീവ്ലി. ദ ടാക്സ് റേറ്റ് ഇസ് 30%. ഒക്കെ ഇവിടെ നമുക്ക് ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തന്നിട്ടുണ്ട്, കളക്ഷൻ കോസ്റ്റ് തന്നിട്ടില്ല. ബാക്കി ക്യാഷ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രണ്ട് പോളിസീസാണ് ആകെ നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ അതിലാദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. സെയിൽസ് നമുക്ക് 12 ലാക്ക് ഫസ്റ്റ് പ്രസൻറ്റ് പോളിസിയിൽ 12 ലാക്ക് നമുക്ക് തന്നിട്ടുണ്ട്. പ്രപ്പോസ്ഡ് പോളിസിയിൽ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 1/3 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് വർക്കിംഗ് നോട്ട്, അതായത് 12 ലാക്കിൻ്റെ 1/3 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? 1/3% എത്രയാണെന്ന് നോക്കാം. 0.333 ആണ് അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്രീസിങ് സെയിൽ എത്രയായിരിക്കും? 12 ലാക്കിൻ്റെ ഇൻറ്റു 100% ഓൾറെഡി ഉണ്ട് ഇൻറ്റു 133.3333% ആയിരിക്കും. അതുപോലെ തന്നെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പോൾ 12 ലാക്ക് ഇൻറ്റു 133.3333 എത്ര കിട്ടി നമുക്ക്? 16 ലാക്ക് കിട്ടി. ഓക്കെ, അതാണ് നമ്മുടെ സെയിൽ വാല്യൂ. ഇനി അടുത്തത് ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി അടുത്തത് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യണം. നമ്മളോട് ഇവിടെ തന്നിരിക്കുന്നത് കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ. കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ എത്രയാണ് തന്നിട്ടുണ്ട്? 22% ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ PV റേഷ്യോയാണ്. നമ്മൾ മാർജിനൽ
കോസ്റ്റിംഗ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. പി വി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കും. പി വി റേഷ്യോ വേരിയബിൾ കോസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് പി വി റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു 1 മൈനസ് പി വി റേഷ്യോ. 1 മൈനസ് 22% എത്ര വരും? 1 മൈനസ് 0.22 0.78, അതായത് 78% ആണ് വേരിയബിൾ കോസ്റ്റിൻ്റെ റേഷ്യോ. അത് വെച്ചിട്ട് പോസ്റ്റ് പോളിസിയുടെ 60 ലാക്ക്. ഇനി വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 78% ഓഫ് സെയിൽസിന് 78%. സോ 12 ലാക്കിൻ്റെ 78%, 9,36,000. 16 ലാക്കിൻ്റെ 78%, 12 ലാക്ക് 48,000. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. $3,52,000. 2,64,000. ഓക്കെ, ഇനി നമ്മൾ അടുത്ത എന്താ മൈനസ് ചെയ്യുന്നതിൽ നിന്ന്? ഫിക്സ്ഡ് കോസ്റ്റ്. പക്ഷെ നമുക്കിവിടെ ഫിക്സ്ഡ് കോസ്റ്റ് തന്നിട്ടില്ല. പകരം എന്തൊക്കെ തന്നിട്ടുണ്ട്? ആദ്യം തന്നെ ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ട്. ബാഡ് ഡെപ്റ്റ്സ് എത്രയാണ് തന്നിരിക്കുന്നത്? കറൻറ്റ് ബാഡ് ഡെപ്റ്റ് ഇസ് 1.5%. അതായത് പ്രസൻറ്റ് പോളിസിയുടെ ബാഡ് ഡെപ്റ്റ് 1.5%. അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സെയിൽസ് വാല്യൂൻ്റെ 12 ലാക്കിൻ്റെ 1.5%, 80,000. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് പ്രപ്പോസ്ഡ് പോളിസിയുടെ എത്ര വെസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? ബാഡ് ഡെപ്റ്റ്സ് ഇൻക്രീസസ് ടു 2% ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അതായത് 16 ലാക്കിൻ്റെ 2% ആണ് പ്രപ്പോസ്ഡ് പോളിസിയുടെ ബാഡ് ഡെപ്റ്റ്. ഓക്കെ, ബാഡ് ഡെപ്റ്റ് കിട്ടി. ഇനി അടുത്തത് എന്താണ്? ക്യാഷ് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓക്കെ, ക്യാഷ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട്. ഓക്കെ, ഫസ്റ്റ് പ്രപ്പോസ്ഡ് പോളിസിയുടെ ക്യാഷ് ഡിസ്കൗണ്ട്. ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് നമുക്ക് ഡിസ്കൗണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നത്? ക്രെഡിറ്റ് സെയിൽസ് എന്നാണ് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. പ്രസൻറ്റ് പോളിസിയുടെ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നത് ഇവിടെ 50% ആൻഡ് 80% ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ടേംസ് ഓഫ് സെയിൽസ് റവന്യൂ ആർ എക്സ്പെക്റ്റഡ് ടു അവൈൽ ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ ഫസ്റ്റ് കേസിൽ 50%, സെക്കൻഡ് കേസിൽ 80% ആണ്. അപ്പോൾ 12 ലാക്കിൻ്റെ 50%, 50%. എത്ര പെർസെൻറ്റേജ് ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്? അതായത് ഫസ്റ്റ് എക്സിസ്റ്റിംഗ് പോളിസിയുടെ ക്രെഡിറ്റ് ടേംസ് എത്രയാണ്? 1/10, അതായത് 1%. ഇതിൻ്റെ 1% ആണ് ഫസ്റ്റ് പോളിസിയുടെ, അതായത് പ്രസൻറ്റ് പോളിസിയുടെ ക്യാഷ് ഡിസ്കൗണ്ട്. 12 ലാക്കിൻ്റെ 50% ഇൻറ്റു 0.1, അതായത് 1%. അല്ല, 1% 0.01. ഓക്കെ, ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6,000 കിട്ടും. ഇനി അടുത്തത് ഇത് പ്രസൻറ്റ് പോളിസിയുടെ. ഇനി പ്രപ്പോസ്ഡ് പോളിസിയുടെ കണ്ടുപിടിക്കണം. പ്രപ്പോസ്ഡ് പോളിസിയുടെ ക്യാഷ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് 60 ലാക്കാണ്. അതിൻ്റെ 80% സെയിൽസ് റവന്യൂ ഉണ്ടെങ്കിൽ എത്ര വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്? ക്രെഡിറ്റ് ടേംസ് എത്ര വെച്ചിട്ട്? 2/10 ആയിട്ട്. അപ്പോൾ 2% ക്യാഷ് ഡിസ്കൗണ്ട് എത്ര കിട്ടും? 16 ലാക്ക് ഇൻറ്റു 80% ഇൻറ്റു 2%, 25,600. ഓക്കെ, ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടി. ക്യാഷ് ഡിസ്കൗണ്ട് എന്ത് ചെയ്യണം? ഇതൊന്ന് മൈനസ് ചെയ്യാം. 6,000, 25,600. ഇനി അടുത്തത് നമുക്ക് എന്താ വരുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു. വേരിയബിൾ കോസ്റ്റ്. ഇവിടെ നമുക്ക് എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് ഇല്ല. അപ്പോൾ വേരിയബിൾ കോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. എത്രയാണ് ഇവിടെ പെർസെൻറ്റേജ് തന്നിരിക്കുന്നത്? 50% റേറ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റു ക്രെഡിറ്റ് പീരീഡ് ഡിവൈഡഡ് ബൈ 360 ഡേയ്സ് ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ 360 ഡേയ്സ്. ഇനി ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്രെഡിറ്റ് പീരീഡ് കണ്ടുപിടിക്കണം. ഇവിടുത്തെ ക്രെഡിറ്റ് പീരീഡ് എത്രയാണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്.
എത്രയാണ് 30 ഡേയ്സ് ആവറേജ് കളക്ഷൻ പീരീഡ്. പക്ഷേ നെക്സ്റ്റ് പ്രപ്പോസ്ഡ് പോളിസിയുടെ എന്താണെന്ന് പറഞ്ഞേക്കുന്നത് ആവറേജ് കളക്ഷൻ പീരീഡ് ടു ഡിക്ലൈൻ ടു 20 ഡേയ്സ് 20 ഡേയ്സ് ആയിട്ട് ഡിക്ലൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ 20 ഡേയ്സ് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് തന്നെ 9,36,000 ഇൻറ്റു 15% ഇൻറ്റു 30 ഡിവൈഡ് ബൈ 360 ഈസ് 11,700. ഇനി ഇവിടുത്തെ എന്ത് വരും, 12,48,000 ഇൻറ്റു 15% ഇൻറ്റു 20 ഡിവൈഡ് ബൈ 360 10,400 ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇനി ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ഇവിടെ ടാക്സ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കാൽക്കുലേറ്റ്. അത് കഴിഞ്ഞിട്ട് ടാക്സ് മൈനസ് ചെയ്യാം. അറ്റ് ദ റേറ്റ് ഓഫ് എത്രയാണ് തന്നിരിക്കുന്നത്, 30%. നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 2,64,000 മൈനസ് 18,000 മൈനസ് 6,000 മൈനസ് 11,700 2,28,300 3,52,000 minus 32,000 minus 25,600 minus 10,400 2,84,000. ഇതിൻ്റെ ടാക്സ് റേറ്റ് ഇൻറ്റു 30% വരുമ്പോൾ 85,200. ഇവിടെ എത്ര വരും, 2,28,300 ഇൻറ്റു 30% 68,490. സോ ടാക്സിന് ശേഷം $1,59,810. ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. 2,28,300 മൈനസ് 68,490. ഓക്കെ, 1,59,810. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എവിടെയാണ്, നെറ്റ് പ്രോഫിറ്റ് കൂടുതൽ വന്നത് എവിടെയാണ്, അപ്പോൾ നമ്മൾ ഏത് സജസ്റ്റ് ചെയ്യണം, പ്രപ്പോസ്ഡ് പോളിസി സജസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയാണ് ഉള്ളൂ റിസീവബിൾ മാനേജ്മെൻറ്റ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞു OMSM-ൽ ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. സോ അത് വാച്ച് ചെയ്യാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ലെവറേജ് ഡിവിഡൻഡ് ഡിസിഷനെ പറ്റിയിട്ടുള്ളത് പഠിക്കാനാണ്. സോ അതും കൂടെ കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയി നമ്മുടെ. പിന്നെ ബാക്കി തിയറി പോർഷൻസ് ആണുള്ളൂ. ഓക്കെ.